ഹായ്, ഇതൊരു ഓപ്പൺ ലെറ്ററാണ്, അല്ലെങ്കിൽ ഒരു ഓപ്പൺ കോൺവേഴ്സേഷനാണ്. ഞാനടക്കമുള്ള ഹൈലി സെൻസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിരുന്ന ഒരു ലെറ്റർ. ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരമുണ്ട്. സ്റ്റോറീസ് വിത്ത് അക്ഷയിൽ കൂടെയുള്ള അക്ഷയ് പ്രകാശമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻസിറ്റീവായിട്ടുള്ള ഹൈലി സെൻസിറ്റീവായിട്ടുള്ള മനുഷ്യന്മാരെ കുറിച്ചിട്ടാണ്, അല്ലെങ്കിൽ ആൾക്കാർ മൊത്തം കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മളെപ്പോലെയുള്ളവരെ കുറിച്ചിട്ടാണ്. യെസ്, ഹൈലി സെൻസിറ്റീവ് ആയതിൻ്റെ ബോത്ത് ഗുഡ് ആൻഡ് വേഴ്സ് സൈഡ്സിനെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നതെന്നുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ, എന്താണ് ഈ പറഞ്ഞ ഹൈലി സെൻസിറ്റീവ് ആയിട്ടുള്ള മനുഷ്യന്മാർ എന്ന് പറയുന്നത്? നമ്മുടെ സ്വന്തം ആക്ഷൻസിനേക്കാളും മറ്റുള്ളവർ പറയുന്നതോ അല്ലെങ്കിൽ അവരുടെ ഫേഷ്യൽ എക്സ്പ്രഷനിൽ നിന്നൊക്കെ ഓവർ തിങ്ക് ചെയ്ത് അല്ലെങ്കിൽ അത് കേട്ട് ഓരോ തീരുമാനങ്ങൾ എടുക്കുന്ന ആൾക്കാരെന്നുള്ളത്. യെസ്, ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അവരെ കുറിച്ചിട്ടാണ്. എൻ്റെ ലാസ്റ്റ് റീലിൽ നമ്മൾ സംസാരിച്ചത് ഇതിനെക്കുറിച്ചായിരുന്നു തോന്നുന്നല്ലേ. അപ്പോൾ അന്ന് വന്ന കൊമൻസ് ആണ്, അതായത് ദ ഫീൽ നൈസ് ഹിയറിങ് ദാറ്റ് എന്നുള്ളത്. കാരണം നിങ്ങൾക്കറിയാലോ, എല്ലാവരും എപ്പോഴും ഇതൊരു കുറ്റകരമായ കാര്യമൊക്കെ ആയിട്ടാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്, ഈ സെൻസിറ്റീവ് ആയിരിക്കുക എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ. സോ യെസ്, സെൻസിറ്റീവ് പീപ്പിൾ ലൈഫിൽ നടക്കുന്ന ഓരോ കാര്യത്തെയും സിമ്പിളായിട്ട് എടുക്കാൻ പറ്റാത്ത ആൾക്കാർ, ഓരോ ആൾക്കാരായിട്ടും ഡീപ്പറായിട്ടുള്ള ബോണ്ട്, ആ ഒരു അറ്റാച്ച്മെൻ്റ് ഉള്ളവർ എന്നുള്ളത്, അവർ പറയുന്ന ഓരോ വാക്കിലും കുരുങ്ങിക്കിടക്കുന്നവർ എന്നുള്ളത്, മൂവ് ഓൺ ചെയ്യാനായിട്ട് പറ്റാത്തവർ എന്നുള്ളത്, ചെറിയ കാര്യങ്ങളിൽ പോലും ടെൻസ്ഡ് ആകുന്ന ആൾക്കാർ എന്നുള്ളത്, സ്വന്തം ഹാപ്പിനെസ്സിന് മുകളിലായിട്ട് മറ്റുള്ളവരുടെ ഹാപ്പിനെസ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആൾക്കാർ എന്നുള്ളത്, ഫ്രണ്ട്സൊക്കെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവരുടെ മുഖത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളുടെ പോലെയൊക്കെ വന്നു കഴിഞ്ഞാൽ അതൊക്കെ നമ്മൾ കാരണമാണോ എന്നോർത്ത് സ്വയം ഇങ്ങനെ ചോദ്യം ചെയ്തുകൊണ്ടേയിരിക്കുന്ന ആൾക്കാർ എന്നുള്ളത്, പഴയ ഓരോ ഓർമ്മകളൊക്കെ ഓർത്തെടുത്തിട്ട് വീണ്ടും വീണ്ടും വിഷമിക്കുന്നവർ എന്നുള്ളത്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സ്വയം ഇങ്ങനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണല്ലേ. എന്ത് തോന്നുന്നു, ഇത് അത്രയ്ക്ക് മോശമായിട്ടുള്ള കാര്യമാണോ? സെൻസിറ്റീവ് ആയിരിക്കുക എന്ന് പറയുന്ന സംഭവം അത്രയ്ക്കൊന്നും അല്ല അല്ലേ? എന്താ പറയുക, നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി, മനുഷ്യന്മാരെ ഇത്രയും അൺകണ്ടീഷണലായിട്ട് സ്നേഹിക്കാൻ പറ്റുന്നത്, അവരുടെ ഹാപ്പിനെസ് നമ്മളുടേതുകൂടെ ആക്കി മാറ്റുന്നത്, അവരുടെ ഒരു സ്മൈല് നമ്മുടെ ഹോൾ ഡേ ബ്യൂട്ടിഫുൾ ആക്കുന്നത്, ഇതൊക്കെ എല്ലാവർക്കും പറ്റുന്നൊരു കാര്യമാണോ? ഒരിക്കലും അല്ല അല്ലേ. ഞാൻ പറയട്ടെ, നമ്മുടെ ഇമോഷൻസ് ഒന്നും പിടിച്ചു നിർത്താനായിട്ട് ശ്രമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ മുകളിൽ പറഞ്ഞ കാര്യങ്ങളൊന്നും എല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യമല്ല. അതിൻ്റെ ഇടയിൽ നമ്മൾ സ്വയം കുറ്റപ്പെടുത്താതിരുന്നാൽ മാത്രം മതി എന്നുള്ളത് മാത്രമാണ്. ആൻഡ് വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബീങ് ടു മച്ച് സെൻസിറ്റീവ് ഈസ് ഗോണ എഫക്റ്റ് യുവർ റിലേഷൻഷിപ്പ്. യെസ്, ഡോക്ടർ അല്ലെങ്കിൽ എറൗണ്ട് ഒരു റിസർച്ച് പറയുന്നത് 15-20% ആൾക്കാരും ഹൈലി സെൻസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണെന്നുള്ളതാണ്. ഹൈലി സെൻസിറ്റീവ് പീപ്പിൾ, HSPകളാണെന്നുള്ളതാണ്. ആൻഡ് ദ തിങ് ഈസ് ദാറ്റ് ദേ ഓഫൺ ട്രൈസ് ടു ഹൈഡ് ദെയർ ഇമോഷൻസ് ഫ്രം അതേഴ്സ്. അവർക്കത് അത്രയും ഡീപ്പായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടാവും, ബട്ട് സ്റ്റിൽ അവർ അത് മറ്റുള്ളവരിൽ നിന്ന് ഹൈഡ് ചെയ്യുന്നു എന്നുള്ളത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മളുടെ സോഷ്യൽ ലൈഫിനെയും ഫാമിലി കണക്ഷൻസിനെയും വർക്ക് എൻവയോൺമെൻറ്റിനെയും നമ്മളുടെ റൊമാൻറ്റിക് റിലേഷൻഷിപ്പിന് വരെ ഇത് അഫക്റ്റ് ചെയ്യും എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾക്കറിയാം ഓരോ ആൾക്കാർക്കും ഓരോ ലൈഫ് എക്സ്പീരിയൻസ് ആയിരിക്കും എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഓരോ ആൾക്കാരും കാണുന്ന കാഴ്ചകളും അവരുടെ കാഴ്ചപ്പാടുകളൊക്കെ ഭയങ്കര ഡിഫറെൻ്റ് ആണ്. സോ ഇറ്റ്സ് നെവർ എ ബാഡ് തിങ് അല്ലേ. നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ അല്ലെങ്കിൽ നിങ്ങളുടെ ഡേറ്റിംഗ് ലൈഫിനെ ഒരു സെൻസിറ്റീവ് പീപ്പിൾ എന്ന നിലയിൽ അതെങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുക എന്ന് നമുക്ക് നോക്കിയാൽ, യെസ്, ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നിങ്ങളുടെ ഫീലിങ്സ് കുറച്ചുകൂടെ ഇൻറ്റൻസ് ആയിരിക്കും എന്നുള്ളതാണ്. എന്താ പറയുക, ഓക്കെ, നിങ്ങൾക്കറിയാം ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് തന്നെ ഇറ്റ് ഷുഡ് ബി ഡീപ്ലി ഇമോഷണൽ അല്ലേ. അതിപ്പോൾ ലോങ് ടേം ആണെങ്കിലും അത് ഇമോഷണൽ ആയിരിക്കണം, എന്നാൽ മാത്രമേ ഒരു റിലേഷൻഷിപ്പായിട്ട് വരൂ എന്നുള്ളത്. പക്ഷേ ഒരു സെൻസിറ്റീവ് പേഴ്സണെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇമോഷൻസ് കുറച്ചുകൂടി ഇൻറ്റൻസ് ആവുന്നില്ലയാണ്, ഒരു ആവറേജ് പേഴ്സണേക്കാളും കുറച്ചുകൂടി ഡീപ്പർ ആയിരിക്കുന്നില്ലയാണ്. ആൻഡ് വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് റിലേഷൻഷിപ്പ് ഫോർജ് ചെയ്യാനായിട്ട് പെട്ടെന്ന് തന്നെ നടക്കും എന്നുള്ളതാണ്. ഇത് ഈ പറഞ്ഞ പോലെ നല്ലതും ഒരു പ്രശ്നവുമായിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. യെസ്, കാരണം അത്രയും അറ്റാച്ച്ഡ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്കിടയിലുള്ള ആ ഒരു ഫീലിങ്സ്, ആ ഒരു ഇമോഷൻസ് അത്രയും ഡീപ്പായിരിക്കും എന്നുള്ളത്. ഒരു ആവറേജ് പേഴ്സണെ സംബന്ധിച്ചോളം അവനേക്കാളും എത്രയോ ഡീപ്പറായിരിക്കും നിങ്ങളുടെ ഇമോഷൻസ് എന്നുള്ളത്. അത് പെട്ടെന്ന് തന്നെ സംഭവിക്കുന്നു എന്നുള്ളത്. അപ്പോൾ നമ്മൾ ചെറിയ കാര്യത്തിൽ പോലും വല്ലാണ്ട് ടെൻസ്ഡ് ആവാനായിട്ട് തുടങ്ങും എന്നുള്ളത്. സെക്കൻഡ് തിങ് എന്ന് പറയുന്നത്, ഈ സെൻസിറ്റിവിറ്റി ഒരു സൂപ്പർ പവർ ആണെന്നുള്ളതാണ്. സൈക്കോളജി ടുഡേ പറയുന്നത് അനുസരിച്ചിട്ട് ഈ ഹൈലി സെൻസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ ഭയങ്കര റൊമാൻറ്റിക്സ് ആണ്, അല്ലെങ്കിൽ ഐഡിയലിസ്റ്റ് ആണ്, നേച്ചറേഴ്സ് ആണ് എന്നൊക്കെയാണ് പറയുന്നത്. അതായത് റിലേഷൻഷിപ്പിൻ്റെ ക്വാളിറ്റി ആണ് കേട്ടോ. ഹൈലി സെൻസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ അവർ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് നോക്കുന്നത്, അവരുടെ പൊട്ടൻഷ്യലൊക്കെ കാണിച്ചു കൊടുക്കാനായിട്ട്, മറ്റുള്ളവരൊക്കെ കേൾക്കാനായിട്ട് ചെവി കൊടുക്കുന്നത്, അവരെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളത്. ബട്ട് ദ തിങ് ഈസ് ദാറ്റ് അവർ തിരിച്ചൊന്നും എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളത്. സോ ഇറ്റ്സ് ഗ്രേറ്റ് ക്വാളിറ്റി അല്ലേ. സോ ഇതൊരു സൂപ്പർ പവർ ആണ്. സോ വി ആർ ദ സൂപ്പർ ഹീറോസ്, റൈറ്റ്? തേർഡ് വൺ എന്ന് പറയുന്നത്, യെസ്, ഓവർ തിങ്കിങ് ആണ്. ലാസ്റ്റ് എപ്പിസോഡ് മുഴുവൻ നമ്മൾ ഈ ഒരു ഓവർ തിങ്കിങ്ങിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നല്ലേ. പോയി കേൾക്കുക. പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇറ്റ്സ് ഓക്കെ എന്നുള്ളതാണ്. യു മൈറ്റ് ഓവർ തിങ്ക്,
ബട്ട് ഇറ്റ്സ് ഓക്കെ, ദാറ്റ്സ് ഓക്കെ. ഡോക്ടർ അറോണിൻ്റെ ബുക്ക് ദ ഹൈലി സെൻസിറ്റീവ് പേഴ്സൺ ഇൻ ലവ് എന്ന് പറയുന്നത് ആ ബുക്കിൽ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് 34% ലവ് റിലേഷൻഷിപ്പിൽ ഒരു HSP ഉണ്ടാവും എന്നുള്ളതാണ്. അതായത് ഹൈലി സെൻസിറ്റീവ് ആയിട്ടുള്ള പീപ്പിൾ ഉണ്ടാവും എന്നുള്ളതാണ്. അവർ പറയുന്ന പ്രകാരം അതെന്താണ്, ഇത്തരം ആൾക്കാർക്ക് റിലേഷൻ ഭയങ്കര അൺഹാപ്പി ആയിരിക്കും എന്നൊക്കെയാണ്. ബട്ട് ഐ തിങ്ക് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ പീപ്പിൾ അല്ലേ. ഓക്കെ, ഇമോഷനാണ്, ചില കാര്യങ്ങൾ രണ്ടാൾക്കാരും എടുക്കുന്ന രീതി ഭയങ്കര ഡിഫറെൻ്റ് ആയിരിക്കും അല്ലേ. ബട്ട് ഒരു റൈറ്റ് പാർട്ട്ണറാണ്, അവർ നിങ്ങളെ മനസ്സിലാകുന്നുവെങ്കിൽ ഇറ്റ്സ് ഓൾവേസ് ഈസിയർ. ഡോക്ടർ ആരോൺ പറയുന്ന അനുസരിച്ചിട്ട് ഇത്തരം ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം ആൾക്കാർ അവരുടെ റിലേഷൻഷിപ്പിൻ്റെ ബിഗിനിങ്ങിൽ തന്നെ എന്താണ് ഒരുപാട് ഡെപ്ത് ഡിമാൻഡ് ചെയ്യും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവരവരുടെ പാർട്ട്ണറിൽ ഫ്ലോസ് ഒക്കെ കാണാനായിട്ട് നോക്കും, അവരുടെ ബിഹേവിയേഴ്സ് ഇങ്ങനെ ശ്രദ്ധിക്കും. ആൻഡ് ആ സൈൻസ് ഒക്കെ ബാഡായിട്ട് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ അത് ആലോചിച്ച് വീണ്ടും വീണ്ടും ടെൻസ്ഡ് ആവും, വറി ചെയ്യാനായിട്ട് തുടങ്ങും എന്നുള്ളത്. ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ച് വറി ചെയ്യാനായിട്ട് തുടങ്ങും എന്നുള്ളത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇത്രയേ ഉള്ളൂ, ഒരു റിലേഷൻഷിപ്പിൻ്റെ ഏർലി സ്റ്റേജ്, ആ ഒരു ഹണിമൂൺ പീരീഡൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങളുടെ ആ ഒരു എക്സൈറ്റ്മെൻറ്റും ആ ഒരു ഇമോഷൻസൊക്കെ അത്രയും ഡീപ്പറായിട്ട് വീണ്ടും വീണ്ടും ഉണ്ടോ എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക എന്നുള്ളത്. അല്ലാതെ ഒരു ഏർലി സ്റ്റേജിൽ തന്നെ എന്താണ് ചിലപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ അത്രയും ഡീപ്പ് കണക്ഷൻസ് ഉണ്ടാവുക ഇറ്റ്സ് നോട്ട് ഗോണ ഹാപ്പൻ അല്ലേ. മെല്ലെ മെല്ലെ എന്താണ് അടുത്തറിഞ്ഞ് അത് സ്ട്രോങ് ആവുകയാണ് ചെയ്യുന്നത് എന്നുള്ളത്. ആൻഡ് ചിലപ്പോൾ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ട്ണറെക്കാളെ എഫക്റ്റ് ചെയ്യുന്നതൊക്കെ തോന്നുന്നുണ്ടാവും. ബട്ട് ദ സെയിം ലോജിക്, ആ ഒരു സെയിം ലോജിക്ക് വെച്ചിട്ട് നിങ്ങൾക്ക് ആ ഒരു കോൺഫ്ലിക്റ്റ് എങ്ങനെ ഇല്ലാണ്ടാക്കാം എന്നുകൂടി ആലോചിക്കാവുന്നതാണെന്നുള്ളതാണ്. അതായത് ഒരു ടെൻഷൻ, ആ ഒരു ടെൻഷൻസൊക്കെ ഇല്ലാണ്ടാക്കാനായിട്ട് എന്താണ് എങ്ങനെ പറ്റും എന്നൊക്കെ, ബിക്കോസ് യു ഓൾറെഡി ഗോൺ ത്രൂ ദാറ്റ് അല്ലേ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞാൻ അടക്കമുള്ള സെൻസിറ്റീവായിട്ടുള്ള ആൾക്കാരോട് പറയാനായിട്ടുള്ളത്. നിങ്ങളുടെ ലൈഫിനെയും ഫാമിലി ലൈഫിനെയൊക്കെ നിങ്ങളുടെ പേഴ്സണാലിറ്റി എങ്ങനെ എഫക്റ്റ് ചെയ്യും എന്നൊക്കെ ഒരു ഐഡിയ കിട്ടി എന്ന് വിചാരിക്കുകയാണ്. ഹൈലി സെൻസിറ്റീവ് ആയിട്ടുള്ള പീപ്പിൾ, എന്നെ പോലെയുള്ള ഹൈലി സെൻസിറ്റീവ് ആയിട്ടുള്ള പീപ്പിളിന് ഹെൽപ്ഫുള്ളായി എന്ന് വിചാരിക്കുകയാണ്. ആദ്യം പറഞ്ഞ പോലെ എന്താണ് നിങ്ങളെപ്പോലെ അല്ലെങ്കിൽ നമ്മളെപ്പോലെ വേറെ ആരുമില്ല ഗൈസ്. നമ്മൾ സൂപ്പർ ഹീറോസാണ്, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മനുഷ്യന്മാരാണ്. സോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് സ്റ്റോറീസ് വിത്ത് അക്ഷയാണ്, കൂടുതൽ അക്ഷയ് പ്രകാശാണ്. അപ്പോൾ പുതിയൊരു എപ്പിസോഡിൽ പുതിയൊരു വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ വീണ്ടും കാണാം. ടാറ്റ, ബൈ.